ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു 5-8 പാത്രത്തിൽ ഇച്ചിരി ഇഞ്ചി നടണം. 3, 4, 7, 10 ചട്ടിയുണ്ട്. അപ്പോൾ 10 ചട്ടിക്കകത്ത് ഞാൻ ഇച്ചിരി ഇഞ്ചി നടാൻ വേണ്ടി പോവുക. ഇന്ന് ഇതിനകത്ത് ഞാൻ കോളിഫ്ലവറൊക്കെ നട്ടതാണ്. അത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ചൂട്ടിൽ ഞാൻ നല്ലതുപോലെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ചെടിയാണിത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള ചൂട് വന്നിട്ട് ഈ ചെടി ഒരു ദിവസം വൈകുന്നേരം ഞാനിവിടെ വരുമ്പോൾ ചൂട്ടുപോലെ ആയിപ്പോയി. പിന്നെ അതിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ നിർത്തിക്കളഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ വന്നു എനിക്ക്. എന്നാൽ ആ ചട്ടിയിലേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി, എൻ്റെ കയ്യിൽ ഇഞ്ചിയുണ്ട്. മുളയൊന്നും വന്നില്ല. നമുക്കിപ്പോൾ മുള വരണം നിർബന്ധമൊന്നുമില്ല. ഈ തണുപ്പിലേക്ക് അങ്ങ് നട്ടിച്ചിരി ചാണകപ്പൊടി, ഇച്ചിരി മണ്ണോ അല്ലിതോ കരികിലിയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അതിനോട്ട് പൊന്തി വന്നോളും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചി നടാനായിട്ട് പോവുകയാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിനങ്ങോട്ട് ഇട്ടൊക്കെ കൊടുക്കാമെങ്കിൽ അതവിടെ കിടന്നോളും. ഇതുകൊണ്ടോ, ഇവിടെയുണ്ട് 3 എണ്ണം. എല്ലാം കൂടെ ഞാൻ ഇഞ്ചി എടുത്തുകൊണ്ട് വരട്ടെ. ഇതാണ് നമ്മുടെ ഇഞ്ചി. അതിന് ശരിക്കും മുളയൊന്നും വന്നില്ല, എന്നാലും വിഷമിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മൾ ഇങ്ങനെ ഈ കണ്ണോട് കൂടിയ സ്ഥലം ഇതുള്ള ഇഞ്ചി നമ്മളങ്ങോട്ട് ഓടിച്ചങ്ങോട്ട് നട്ടാൽ മതി. കണ്ടോ, ഇതിനിപ്പോൾ ഇവിടെയെല്ലാം ഇത് വരും, മുള വരും. അതുകൊണ്ട് ഇത് ഒട്ടും പേടിക്കണ്ട. ഞാനത് ഒടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് കണ്ടോ, ഇതാണ് ഇഞ്ചി. കണ്ടോ, അതിനകത്തൊരു നീല കളർ പോലെ. ഇത് നല്ല സൂപ്പർ ഇഞ്ചിയാണ്, ഒരു കേടും ഇല്ലാത്ത ഇഞ്ചിയാണിത്. അതിന് കുഞ്ഞു മുള വന്നിരിക്കുന്നത് കണ്ടോ, നല്ല സൂപ്പറായിട്ട്. ഇതാണ് അതിൻ്റെ മുള. എല്ലാത്തിനും ഒന്നും മുളയായില്ല. ഇപ്പം മുള വരാൻ പാകമാകുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിതിനകത്തോട്ടങ്ങ് നട്ട് നനവുള്ള മണ്ണാണ്, തണുപ്പുള്ള മണ്ണിലേക്ക് നട്ട് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മേലെ ഇച്ചിരി കരികിലയും കരികിലയും എന്തെങ്കിലും തൂമാരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ട് മുളച്ചിങ്ങോട്ട് വന്നോളും. അപ്പം ഞാനത് ഇങ്ങനെ ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നട്ടാൽ നമുക്ക് ഒരു കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു ഓഗസ്റ്റ് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി പറിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചിക്കറി ഉണ്ടാക്കാനും ഒക്കെ പറ്റും. കാരണം ഇഞ്ചി എപ്പം വേണേലും നടാം. അതിന് സംരക്ഷണം കൊടുത്താൽ മതി. വെള്ളവും വളവും ഒക്കെ ആയിട്ട് അതിനങ്ങ് കൊടുത്താൽ മതി. മുള വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് തനിയെ കുറുമുള കൊണ്ട് മുളയായിക്കോളും. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല കണ്ണുള്ള ഇഞ്ചി നടണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുപ്പമുള്ള കണ്ണോട് കൂടിയതാണ്. അടുപ്പമുള്ളതുകൊണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു സെറ്റിൽ തന്നെ 4 ഇതുണ്ട്, 4 മുളയുണ്ട് ഇതിന്. ആ 4 എണ്ണം അങ്ങ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി എന്തോരം കിട്ടുമെന്നറിയാമോ. അപ്പോൾ അതിനുള്ള ഇത് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി നന്നായിട്ട് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഞാനിനി ഇത് നിങ്ങളെ നട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇഞ്ചി നടുന്നത്. ഉണ്ടോ, ഇങ്ങനെ നട്ട് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ ഇടുകയാണ്. ചാണകപ്പൊടി ആയിരിക്കണം, പച്ചച്ചാണാനല്ല. എനിക്ക് കിട്ടിയത് പച്ചച്ചാണാനായത് കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇച്ചിരി വാരിയിട്ട് ഇച്ചിരി ഇപ്പോൾ ഇടുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ കരികിൽ അങ്ങ് ഇടും. കാരണം ആ ഇഞ്ചിയും മണ്ണും ഉണങ്ങിപ്പോവാതിരിക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്. ഇഞ്ചി നടുമ്പോഴത്തെ സ്റ്റാർട്ടിങ്ങാണ്. ചാണകപ്പൊടിക്കകത്ത് അങ്ങ് മൂടി ഇട്ട് കഴിഞ്ഞാൽ അവർ നല്ല കുറുമുളക് കൊണ്ട് ഇനി പൊന്തി പോന്നോളും. അതിനിച്ചിരിച്ച് ഇത് കരികിലേ ഇട്ട് കൊടുത്താൽ ഇതിട്ട് കൊടുക്കുന്ന ഉണങ്ങാതെ ഇരിക്കാനും പിന്നെ ഇഞ്ചി പൊങ്ങി മുളയ്ക്കും. അതാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ ചാണകപ്പൊടി ഇച്ചിരിച്ച് കുറച്ചേ ഉള്ളൂ, പച്ചച്ചാണാനാണ്. ഇനിയിപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ചൂടിൻ്റെ ചൂടിലോട്ട് വാരിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഞാൻ നട്ടത്. നമ്മൾ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ അതിന് മുള വരും. അത്ര ഭംഗിയായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളത് ചെയ്യണം. മണ്ണ് നല്ലതുപോലെ നനഞ്ഞ് അതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കരിയിലിട്ട് അങ്ങ് പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കും കേട് വരത്തില്ല, മണ്ണും ഉണങ്ങിപ്പോയില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്ക് ഒരു കേടും കൂടാതെ നമുക്ക് മുളച്ച് കിട്ടും. ഇതിപ്പോൾ മണ്ണ് കണ്ടോ, ഇത് ഞാൻ
ഇപ്പോൾ നേരത്തെ ഇട്ട് വെച്ചതാണ്. കുറേ ഞാൻ ഉപയോഗിച്ച മണ്ണാണ്. അപ്പോൾ അതിന് കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുമ്മായമൊക്കെ വാരിയിട്ട് വെള്ളമൊക്കെ തെളിച്ച് വെച്ചാണ്. കുറച്ച് അടിയിൽ പുതുമണ്ണുണ്ട്, എന്നാലും ഞാനത് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുമ്മായം ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് പറ്റും പോലൊക്കെ ചെയ്താൽ മതിയെന്നേ. ഇതിപ്പം വലിയ ആഡംബര രീതിയിലൊന്നും ചെയ്ത് വലിയ കൃഷിഭവനുകളിലൊന്നും ചെയ്യുമ്പോഴൊന്നും ചെയ്യണ്ട. ഇത് കുറേശ്ശെ ഇങ്ങനെ മണ്ണും ഇതും കൂടെ ഇട്ടിട്ട് അവർക്ക് കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട്. മണ്ണിന് കാൽസ്യമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എങ്കിലും നമ്മുടെ ചെടികൾ നമ്മൾ എന്ത് നട്ടാലും, ചെടികളായാലും എന്ത് നട്ടെന്നാലും അതിற்கு കാൽസ്യം വേണം നല്ലതുപോലെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളതുപോലെ വിറ്റാമിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണിനും വിറ്റാമിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇനിയിപ്പം ഇതുപോലെ ടെറസിൻ്റെ കീഴിലൊന്നും ഇടാൻ പറ്റിയായിരുന്നു. ഒരിക്കലും മുറ്റത്തായാലും മതി. മുറ്റത്തെ അങ്ങോട്ട് വാരി കൂട്ടി വെച്ചിട്ട് പിന്നെ ചുറ്റിനും എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും പെറുക്കി വെച്ച് കഴിഞ്ഞാൽ മഴ വന്നാൽ ഒഴുകി പോയാൽ പിന്നെ അതിൻ്റെ മേലോട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടി ഇട്ടങ്ങ് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല വൃത്തിക്ക് അല്ലാതെ അവിടെ മൂടി കിടന്നോളും, ഒരു കുഴപ്പവും വരത്തില്ല. എന്നിട്ട് ഈ മണ്ണ് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇച്ചിരി എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ കൂടെ ചേർത്ത് നമുക്ക് ചട്ടിയിലും ചാക്കിലും ഒക്കെ വാരി നിറച്ച് നമുക്ക് നമ്മുടെ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും. കൃഷികളായാലും പൂന്തോട്ടമായാലും എന്തിനും ഇത് പറ്റിയതാണ്. പിന്നെ ചില ചെടികൾക്ക് മണലേ പറ്റുള്ളൂ എന്ന് മാത്രം. അതും നമ്മൾ വേറെ സെക്ഷനായിട്ട് തിരിച്ചു വയ്ക്കണം. ഇതുകൊണ്ടോ ആംഗ്ലോണിമയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പുറയും കുറേ മണ്ണൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് അങ്ങനെ വെച്ചിരിക്കുന്ന ആംഗ്ലോണിമ കിട്ടുമ്പോൾ ചട്ടിയിൽ നിറച്ച് നടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയെല്ലാം നമ്മുടെ ആഹാരത്തിൽ പിന്നെ വേണ്ടതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ വിഷാംശം കുറയും. പിന്നെ ഏത് നേരവും സർക്കാരിനെ അയ്യോ ഭാവിയെ ഞങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തല്ലി അരച്ച് നിർവഹിക്കണ്ട. അപ്പോൾ ഇഞ്ചി ആയാലും നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അതിന് ഭയങ്കര വിലയായിരിക്കും. ചിലപ്പം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അതുപോലെ പച്ചക്കറി ആയാലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഇതൊക്കെ ഇച്ചിരി നട്ടുപിടിപ്പിക്കുകയാണെന്ന് ഒരിക്കലും സർക്കാരിനെ ഏത് നേരവും കുറ്റം പറഞ്ഞ് കരഞ്ഞൊന്നവർ വിളിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായിലോട്ട് വല്ലതുമൊക്കെ പോകും. അല്ലെങ്കിൽ സർക്കാരിനെയും കുറ്റം പറഞ്ഞ് തെറിയും പറഞ്ഞ് നമ്മളൊക്കെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.